ഹായ് വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്പൻ എന്ന് പറയുന്നൊരു വെബ്സൈറ്റിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വെബ്സൈറ്റിൽ മായോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പ്രോജക്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. കാരണം കൂടുതൽ പറയുകയാണെങ്കിൽ ആ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകുന്നുള്ളതുകൊണ്ടാണ്. സോ ഞാനത് രണ്ടാമതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് മലയാളികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രോജക്റ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. മായോ, അതേപോലെ തന്നെ പുതുതായിട്ട് വേറൊരു പ്രോജക്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്, കോങ്കോ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മായോ എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മായോ എന്ന് പറയുന്ന പ്രോജക്റ്റിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സും ഡീറ്റെയിൽസും നിങ്ങളൊന്ന് നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. റിക്വയർമെൻറ്റ്സും ഡീറ്റെയിൽസൊക്കെ അവരത് എഴുതിയിട്ടുണ്ട്. ഓൾറെഡി അവർ റിക്വയർമെൻറ്റ്സ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബി നേറ്റീവ് സ്പീക്കർ ഓഫ് മലയാളം. പിന്നെ കൺട്രി ഓഫ് റെസിഡൻസ് ഇന്ത്യൻസ് ആയിരിക്കണം. പിന്നെ വർക്ക് ഷെഡ്യൂൾ 1 to 5 hour per വീക്കാണ് അവർ വർക്ക് തരുന്ന ടൈം എന്ന് പറയുന്നത്. അതായത് ഒരു വീക്കിൽ 1 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെയുള്ള വർക്ക് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോജക്റ്റിലൂടെ തന്നെ. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് $0.01 പെർ ടാസ്ക് ആണ്. അതായത് ഒരു ടാസ്കിന് $0.01 ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ടാസ്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഒരു ടാസ്കിനാണ് $0.01 വെച്ച് അവർ തരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ടാസ്ക് എന്തായാലും അവർ പ്രൊവൈഡ് ചെയ്യും ഈ ഒരു പ്രോജക്റ്റിൽ. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ക്ലോവർ എക്സ്പ്രസ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു പ്രോജക്റ്റിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ കുറച്ച് 3-4 മാസമായിട്ട് ഈ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ റീസെൻ്റ്ലി ക്വാളിഫൈ ആയ ഒരു പ്രോജക്റ്റാണ് ഈ താഴെ കാണുന്നത്, കോങ്കോ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലവർ എക്സ്പ്രസ് എന്ന് പറയുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു സർവേ ആണ്. അതായത് ഫേസ്ബുക്കിൻ്റെ ഒരു സർവേ പ്രോസസ്സാണ്. അതായത് നമുക്കൊരു 10-15 വീഡിയോസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മളത് വാലിഡേറ്റ് ചെയ്യണം. ലൈക്ക് അത് നമ്മൾ മോഡറേറ്റ് ചെയ്യണം. കണ്ടൻറ്റ് നമുക്ക് എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണ് നമ്മൾ ആ കണ്ടൻറ്റിൽ എന്നുള്ള ഡീറ്റെയിൽസ് വളരെ സിമ്പിളായിട്ടുള്ളൊരു സർവേ ആണ്. മണിക്കൂറിൽ $3.5 അവർ ഈ ഒരു സർവേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഒരു സർവേ ക്ലോസ് ആയി. ഇത് ക്ലോസ് ആയതിനു ശേഷമാണ് കോങ്കോ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രോജക്റ്റ് ഇപ്പോൾ അവർ വന്നിട്ടുള്ളത്. ഈ ഒരു സർവേ മന്ത്ലി നമുക്ക് ഒരു സർവേ വെച്ച് മാത്രമേ കിട്ടത്തുള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ അവർ ആ പ്രോജക്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് കോങ്കോ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രോജക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു വീക്കിൽ ഒരു സർവേ വെച്ച് കിട്ടും. എന്ന് പറയുമ്പോൾ ഒരു മന്തിൽ നമുക്ക് 4 സർവേ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഗ്രീൻ കളറിൽ ക്വാളിഫൈ എന്ന് പറയുന്നൊരു ബട്ടൺ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഈ കാണുന്ന ക്വാളിഫൈ ബട്ടൺ. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ആ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്വാളിഫൈ എന്ന് പറയുന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. പ്ലീസ് കംപ്ലീറ്റ് ദ ഫോളോയിങ് റിക്വയർഡ് ഇൻഫർമേഷൻ ഫോർ പ്രൊജക്ട് മായോ. ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അവിടെ അവർ ചോദിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഡു യു ഹാവ് എ ഡ്രോൺ. നിങ്ങളൊരു ഡ്രോൺ ഉള്ള ആളാണ്, നിങ്ങളുടെ കയ്യിലൊരു ഡ്രോൺ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡ്രോൺ ഉള്ളവർക്ക് യെസ് കൊടുക്കാം, ഇല്ലാത്തവർക്ക് നോ എന്ന് കൊടുക്കാം. ശേഷം നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക താഴെ. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എത്രാമത്തെ വയസ്സ് മുതലാണ് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങിയത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അവിടെ നിങ്ങൾ അതിന് അക്കോർഡിംഗ്ലി നിങ്ങൾ റിപ്ലൈ ചെയ്യുക. അതിൻ്റെ താഴത്തത് നിങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ മലയാളം സെലക്ട് ചെയ്യുക. പ്രൈമറി ലാംഗ്വേജ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ മലയാളം സെലക്ട് ചെയ്യുക. അടുത്തത് വാട്ട് വാസ് യുവർ പ്രൈമറി മീൻസ് ഓഫ് ലേണിംഗ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് ലേൺ ചെയ്ത് തുടങ്ങിയത് എവിടെ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഇൻ സ്കൂൾ എന്നുള്ള ഓപ്ഷൻ ഞാനവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ, വാട്ട് ലാംഗ്വേജ് ഡു യു പ്രൈമർലി സ്പീക്ക് അറ്റ് ഹോം.
വീട്ടിൽ നോർമലി ഏത് ലാംഗ്വേജാണ് സംസാരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. മലയാളമാണ്. അവിടെ ഞാൻ മലയാളം സെലക്ട് ചെയ്യുന്നു. അടുത്തത് നമ്പർ ഓഫ് ഇയേഴ്സ് യു ആർ ലീവ്ഡ് ഇൻ കറണ്ട് കൺട്രി ഓഫ് റെസിഡൻസ്. എത്ര കാലമായിട്ട് നിങ്ങൾ ഇതേ കൺട്രിയിൽ തന്നെ താമസിക്കുന്നുണ്ടെന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഇവിടെ തന്നെയാണ്. സോ അതിൻ്റെ സെയിം ഏജ് തന്നെ ഞാനവിടെ കൊടുക്കുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പനി കറൻ്റ്ലി വർക്കിംഗ് ആസ് SSC. SSC എന്ന് പറയുമ്പോൾ സെർച്ച് എഞ്ചിൻ എവാലുവേറ്റർ, അതായത് സോഷ്യൽ മീഡിയ എവാലുവേറ്റർ, സെർച്ച് എഞ്ചിൻ എവാലുവേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ജോബ്സ് ഒരുപാട് വെബ്സൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന വീഡിയോസിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഒരു കമ്പനിയിലും SE ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. സോ ഞാൻ അവിടെ നോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ ഇൻ വിച്ച് കൺട്രി ഡിഡ് യു സ്പെൻഡ് ദ മോസ്റ്റ് ടൈം ഫ്രം 0 to 15. നിങ്ങൾ ചെറുപ്പം മുതൽ 15 വയസ്സ് വരെ ഏത് കൺട്രിയിലാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ടൈം. സോ ഇന്ത്യയാണ്. ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഓപ്ഷനും ഇന്ത്യ തന്നെയാണ്. അവിടെ ഇന്ത്യ സെലക്ട് ചെയ്തു. അടുത്ത എൻ്റെ നേറ്റീവ് ലാംഗ്വേജ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. മലയാളം തന്നെയാണ്. അവിടെ മലയാളം സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും വരുന്നത്, പ്രോസസ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട്. അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആയും ബേസിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ പ്രോഗ്രസ്സിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതവർ വെരിഫൈ ചെയ്യും. അപ്പോൾ അപ്പൻ്റെ ബാക്ക്ഗ്രൗണ്ട് ടീം നമ്മുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന് വർക്ക് ചെയ്യാനായിട്ട് എലിജിബിൾ ആണോ ഇല്ല എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. അവർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രൊഫൈലൊക്കെ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുത്തല്ലോ. അപ്പോൾ പ്രൊഫൈലൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സിന് വർക്ക് ചെയ്യാനായിട്ട് എലിജിബിൾ ആണെങ്കിൽ നമ്മുടെ മെയിൽ ID അവർ പ്രോജക്റ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിൽ ID ഡയറക്റ്റായിട്ട് മെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ ഒരു പ്രോജക്റ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1 വീക്കിനുള്ളിൽ റിപ്ലൈ വന്നെന്ന് വരും. ചിലപ്പോൾ അത് 3-4 വീക്ക് ആവാം. ചിലപ്പോൾ 2 മന്ത് ആവാം. എങ്ങനെയാണെങ്കിലും 60 ദിവസം കഴിയുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല എന്നാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ റിക്വസ്റ്റ് വിഡ്രോവൽ ആവും. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് റീ അപ്ലൈ ആവുന്നതാണ്. നിങ്ങൾ നേരത്തെ കണ്ടത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തായിരുന്നു. കാരണം എനിക്ക് ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ കാണുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് എൻ്റെ പേജാണ്, എൻ്റെ ഹോം പേജാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലോവർ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ ഫേസ്ബുക്കിൻ്റെ ഒരു സർവേ ആണത്. പിന്നെ ആ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ വൈൻഡപ്പ് ആയിരുന്നു, ക്ലോവർ എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് വന്നൊരു പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ് കോങ്കോ. അതും സെയിം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഫേസ്ബുക്കിൻ്റെ തന്നെ ഒരു സർവേ ആണ്. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ക്ലോവർ എക്സ്പ്രസ് എന്ന് പറയുന്ന പ്രോജക്റ്റിൽ മന്ത്ലി ഒരു സർവേ നമുക്ക് കിട്ടുമായിരുന്നു. ഇത് കോങ്കോ ആയപ്പോഴത്തേക്കും മന്ത്ലി നമുക്കൊരു 4 സർവേ വെച്ച് കിട്ടും. വീക്ക്ലി ഓരോ സർവേ വെച്ച് കിട്ടും. പേയ്മെൻറ്റ് എന്ന് പറയുന്നത് $3 per hour ആണ്. അതുപോലെ തന്നെ നരകി എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രോജക്റ്റ് ഉണ്ട്. ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇമേജ് കളക്ഷനാണ്. അതായത് സ്ട്രീറ്റ് സൈൻസ്, അതുപോലെ തന്നെ പ്രൊജക്റ്റഡ് സ്ലൈഡ്സ്, മെനു കാർഡ്സ്, പോസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സും സ്ട്രീറ്റ് സൈൻസും അതേപോലെ തന്നെ പ്രൊജക്റ്റഡ് സ്ലൈഡ്സും ഒക്കെ കളക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോ ടാസ്കിനും $10 വെച്ചാണ് കിട്ടുന്നത്. എന്ന് പറയുമ്പോൾ 10 സെൻറ്റ് വെച്ച് നമുക്ക് ഓരോ ഫോട്ടോയ്ക്ക് അവർ അപ്രൂവ് ചെയ്യുന്ന ഓരോ ഫോട്ടോയ്ക്കും 10 സെൻറ്റ് വെച്ച് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രോജക്റ്റിൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ക്വാളിഫിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എല്ലാം സെയിം തന്നെയാണ്. ഇതിനും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ആപ്പൻ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ തുറന്ന് കാണുക. വരുന്ന പുതിയ അപ്ഡേറ്റ്സ് ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്.
പിന്നെ ഇപ്പോൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ അറിയണമെന്നാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ട്. കാരണം ഒരുപാട് പ്രോജക്റ്റ് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാർ ഈ ഒരു വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെർച്ച് എഞ്ചിൻ ഇവാലുവേറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ്. കാരണം അതിനുള്ള 3-4 പ്രോജക്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.